So this is my usual lunch. ഒരു 250 grams of watermelon, പിന്നെ ഒരു 200 grams of flavored yogurt, പിന്നെ ഒരു 1 scoop whey. അപ്പം ഈ ഒരു ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറുമോ, എന്താണ് ലഞ്ചിന് ഊണൊന്നും കഴിക്കാത്തത് അല്ലെങ്കിൽ മീൽസ് ഒന്നും കഴിക്കാത്തത് എന്ന് പല ആൾക്കാർക്കും സംശയം വരാൻ സാധ്യതയുണ്ട്. റീസൺ ഈസ് ഞാൻ വൈകിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അറൗണ്ട് 7 o'clock. സോ ഈ സമയത്ത് ഒരു 1 o'clock ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും അഗെയിൻ ഐ വിൽ ബി ഹംഗ്രി. അന്നേരം പിന്നെ എനിക്ക് വേറെ മീൽ കഴിക്കാനുള്ള ടൈം കിട്ടില്ല, ബിക്കോസ് ഐ വിൽ ബി ഇൻ ദ ജിം ഓൾറെഡി. ഞാൻ 4 മണിക്ക് ജിമ്മിൽ കയറും, പിന്നെ എനിക്ക് പുറത്തിറങ്ങാനായിട്ടുള്ളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടില്ല. സോ ഇൻസ്റ്റന്റ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഈ പറഞ്ഞൊരു യോഗട്ട് ആൻഡ് വാട്ടർമെലൻ്റെ ഒരു സ്നാക്കും വേ പ്രോട്ടീനും കഴിക്കും. എന്നിട്ട് ഈവനിങ് ജിമ്മിലേക്ക് 4 മണിക്ക് ഇറങ്ങാൻ ടൈമിൽ ഐ വിൽ ഹാവ് മൈ ലഞ്ച്. ഒരു ഹെൽത്ത് സീക്രട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ജിമ്മിൽ പോകുന്നവരായിക്കോട്ടെ പോകാത്തവരായിക്കോട്ടെ, യു ഷുഡ് ഹാവ് യോഗട്ട് എവറി സിംഗിൾ ഡേ ഓഫ് യുവർ ലൈഫ്. നമ്മളുടെ വയറ്റിലെ ഗുഡ് ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യാനായിട്ടുള്ള പ്രോബയോട്ടിക്സ് യോഗട്ടിനകത്തുണ്ട്. കുറച്ചാൾ മുന്നേ ഒരു ന്യൂസ് വായിച്ചു, ഒരു 117 വയസ്സായിട്ട് മരിച്ച ഒരു മുത്തശ്ശി, അവരുടെ ഹെൽത്തിൻ്റെ സീക്രട്ട് സയൻറ്റിസ്റ്റുകൾ റിസർച്ച് ചെയ്തപ്പം ഷീ യൂസ് ടു ഹാവ് യോഗട്ട് എവറി സിംഗിൾ ഡേ ഓഫ് യുവർ ലൈഫ്. പ്രത്യേകിച്ച് നമ്മൾ ജിമ്മിൽ പോകുന്നവർ യോഗട്ട് മസ്റ്റായിട്ട് കഴിക്കാം. കാരണം ഗട്ട് ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസും മിനറൽസും നമ്മൾ കുടിക്കുന്ന വേ പ്രോട്ടീനും എല്ലാം ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗട്ട് ഹെൽത്ത് അടിപൊളിയായിരിക്കണം. നാളെ ഒരു തിരുപ്പൂർ ട്രിപ്പ് ഉണ്ട്. അപ്പം നമ്മളുടെ പടക്കുതിര റിറ്റ്സ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ ടെസ്റ്റ് ജസ്റ്റ് കഴിഞ്ഞുള്ളൂ ലാസ്റ്റ് വീക്ക്. അപ്പോൾ അതിൻ്റെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ ഐ നീഡ് ടു ക്ലീൻ ദിസ്. ഓക്കെ, ലേറ്റസ്റ്റ് ഇൻഷുറൻസ് വാലിഡ് ടിൽ January 2027. അത് സെറ്റ്. ഡോണ്ട് നീഡ് ദിസ്. പൊല്യൂഷൻ ജൂലൈ വരെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് RC കൂടെ കിട്ടി കഴിഞ്ഞാൽ വി ആർ set to go. RC ആക്ച്വലി പ്രിൻ്റ് എടുക്കണം. ഇറ്റ്സ് ഓൺ മൈ വാട്സപ്പ്. അത് പ്രിൻ്റ് എടുക്കാനായിട്ട് വിട്ടുപോയി. ഇന്ന് എന്തായാലും എടുക്കാതെ പറ്റില്ല, കാരണം നാളെ എന്തായാലും വളരെ ചെക്കിങ് ഉണ്ടായിരിക്കും. ബൈസെപ്സും ചെസ്റ്റും ഷോൾഡറും കൂടെ ഒരു ഡേ ചെയ്യുമ്പോൾ അതൊരു വിയേർഡ് കോമ്പിനേഷൻ ആയിട്ട് തോന്നും. അതിൻ്റെ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ പുഷ് ഡേയിൽ ചെസ്റ്റ് ഷോൾഡർ ട്രൈസെപ്സ് ആണ് വരിക. അപ്പോൾ ട്രൈസെപ്സ് നമുക്ക് ഏറ്റവും അവസാനം അടിക്കുമ്പോൾ ആംസ് ലാഗ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈസെപ്സ് ആദ്യം ഇട്ടിട്ട് പിന്നെ ചെസ്റ്റും ഷോൾഡറും ചെയ്യുന്നത്. അപ്പം ബൈസെപ്സ് ആദ്യം ചെയ്തിട്ട് പിന്നെ ചെസ്റ്റും ഷോൾഡറും ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ ഷോൾഡറിൻ്റെ ഒരു വർക്കൗട്ടിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം ബൈസെപ്സിന് ഒരു 2 വർക്കൗട്ട്, ബൈസെപ്സിന് ഒരു കേള്, അതുപോലെ പ്രീച്ചക്കേളായിരിക്കും മിക്കവാറും, അതുപോലെ ഹാമർ കേൾസ്. പിന്നെ ചെസ്റ്റിന് ഒരു പ്രസ് കൊടുക്കും, സീറ്റഡ് ചെസ്റ്റ് പ്രസ്, ഒരു പെക്ടൈൽ ഫ്ലൈ. ഷോൾഡറിന് ഒരു പ്രസ്സിങ് മൂവ്മെന്റ്, അതുപോലെ ഒരു ലാറ്ററൽസിന്റെ പ്രോബബ്ലി ഒരു ഡ്രോപ്പ് സെറ്റ്. അപ്പോൾ 6 വർക്കൗട്ടാണ് നമുക്ക് വരുന്നത്. 2 sets പെർ വർക്കൗട്ട്, ടോട്ടൽ ഒരു 12 sets. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പർ മസിൽസിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും വാമപ്പ് ചെയ്യേണ്ട 3 ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് റൊട്ടേറ്റർ കഫ്, എൽബോ, റിസ്റ്റ്. ഈ 3 ജോയിൻറ്റ്സും നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിട്ട് വേണം നമ്മളുടെ അപ്പർ ഡേ സെഷൻ. ചെസ്റ്റ് ആയിക്കോട്ടെ, ഷോൾഡേഴ്സ് ആയിക്കോട്ടെ, ബാക്ക് ആയിക്കോട്ടെ, ഈവൻ ആംസ്, ബൈസെപ്സ്, ട്രൈസെപ്സ്, ഫോർ ആംസ് ഒക്കെ ചെയ്യുമ്പം ഈ 3 ജോയിൻറ്റ്സും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വാം ചെയ്തതിന് ശേഷം വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്, സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് റെഡ് ഓഫ് ഇഞ്ചറീസ്. അപ്പോൾ നമുക്ക് ആദ്യം ബൈസെപ്സ് തുടങ്ങാം. ബൈസെപ്സിന് പ്രീച്ചക്കുകളാണ്. പ്രീച്ചക്കുകൾ ഡംബൽസിലാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്യാറ്. ഡംബൽസ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആമിൽ ഫോക്കസ് ചെയ്യാം. നമുക്ക് യൂണിലാറ്ററലായിട്ട്, അതായത് ഒരു കയ്യിൽ മാത്രമായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ബൈലാറ്ററലായിട്ടുള്ള വർക്കൗട്ട്സിനേക്കാളും നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് റിക്രൂട്ട് ചെയ്യാനായിട്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കുക സിംഗിൾ ആം അല്ലെങ്കിൽ യൂണിലാറ്ററൽ വർക്കൗട്ട്സ് ആയിരിക്കും. പ്രീച്ചക്കുകൾസ് ഡംബൽസ് യൂസ് ചെയ്തിട്ടാണ്. ഒരു 8 to 10 റെപ്സിൽ ഫെയിൽ ആവുന്ന ഒരു വെയിറ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എയ്റ്റ് റെപ്സിൽ ഫെയിലായി. സോ നമ്മൾ സിംഗിൾ ആമായിട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീക്ക് ഹാൻഡ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആണ്, സോ ഒബ്വിയസ്ലി എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് വീക്ക്. അപ്പം നമുക്ക് വീക്ക് ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വീക്ക് ഹാൻഡിൽ ഫെയിലിയർ ഒരു എത്ര റെപ്സ് കിട്ടുന്നു അത് നമ്മളുടെ സ്ട്രോങ് ഹാൻഡിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മളുടെ മസിൽ ഇംബാലൻസ് കുറേയൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക.
ഓക്കെ സൂപ്പർ. ബൈസെപ്സിന്റെ ഗോട്ട് എക്സസൈസ് ഇൻ മൈ ഒപ്പീനിയൻ പ്രീഷക്കുകളാണ്. കാരണം പ്രീഷക്കുകളുടെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് യു കനോട്ട് ചീറ്റ് വിത്ത് പ്രീഷക്കൽസ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് സ്വിങ് ചെയ്യാനോ അല്ലെങ്കിൽ വലിച്ചടിക്കാനോ വേറൊരു മസിൽസ് ഇൻവോൾവ് ചെയ്യാനോ പറ്റില്ല. കാരണം നമ്മളുടെ കൈ ഇവിടെ ലോക്കാണ്, കംപ്ലീറ്റ്ലി ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസെപ്സിനെ വേറൊരു വർക്കൗട്ടും ഇതുപോലെ ലോഡ് ചെയ്യില്ല. നമ്മൾ ഫുള്ളി സ്ട്രെച്ചഡ് ആയിട്ട് പിടിക്കുമ്പം നമ്മളുടെ ഫുൾ ലോഡ് ബൈസെപ്സിലാണ്. നമുക്ക് വേറൊരു മസിൽസും ഇതിൽ ഇൻവോൾവ് ആവില്ല. നമ്മൾ അടിക്കുന്ന പക്കയായിട്ട് നമ്മുടെ ബൈസെപ്സിൽ കിട്ടും. സെക്കൻഡ് സെറ്റിൽ എനിക്ക് 6 റെപ്പാണ് കിട്ടിയത്. അപ്പോൾ ബൈസെപ്സിന് ഈ 6 റെപ്പൊക്കെ അടിച്ചാൽ മതിയോ അല്ലെങ്കിൽ 8 റെപ്പൊക്കെ അടിച്ചാൽ മതിയോ എന്ന് പല ആൾക്കാർക്കും സംശയം തോന്നാം. ബൈസെപ്സ് ഒട്ടുമിക്ക ആൾക്കാരും 12 റെപ്സ് 15 റെപ്സ് അങ്ങനെയൊക്കെ ചെയ്താൽ ആ ബൈസെപ്സിനുള്ള വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട്. 4 റെപ്പ് കിട്ടി കഴിഞ്ഞാലും അതൊരു സെറ്റാണ്. നമ്മൾ 10ഉം 12ഉം 15ഉം റെപ്പ് എല്ലാ സെറ്റിലും അടിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. 4 to 6 റെപ്പ് അല്ലെങ്കിൽ 6 to 8 റെപ്പ് ഈസ് ഓൾസോ ഫൈൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെപ്പ് റേഞ്ച് അത് ഇറ്റ് കുഡ് ബി 4 to 8, 6 to 10, 8 to 12 പിക്ക് ചെയ്തിട്ട് അതിൽ ഫെയിലിയർ വരെ കൊണ്ടുപോകാം. ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ ബൈസെപ്സിന് വെയിറ്റ് കുറച്ചിട്ട് കുറേ റെപ്സ് അടിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ബൈസെപ്സിന് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുന്ന പോലെ, ചെസ്റ്റിന് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്ക്വാട്ട്സ് അടിക്കുന്ന പോലെ, ഡെഡ് ലിഫ്റ്റ് അടിക്കുന്ന പോലെ തന്നെ നിങ്ങളൊരു ഹാർഡായിട്ടുള്ള ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്തിട്ട് അതൊരു 6 to 10 റെപ്സ് അല്ലെങ്കിൽ 4 to 8 റെപ്സിൽ ഫെയിൽ ആയാൽ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും. തൊട്ട് വിളിച്ചോണ്ടിരിക്കണോ ഓർഡർ ചെയ്തിട്ടാ ഫ്ലിപ്കാർട്ട് ഞാൻ എടുത്തില്ല. കാശിന്റെ കൊടുക്കാൻ മസിലുള്ള മനുഷ്യൻ എടാ കാണിക്കണ മസിലങ്ങള്. ഓ അമറേട്ടായുടെ മസിൽസ് അത് കേട്ടില്ല. എന്റെ മൈക്കില കേട്ടോളൂ. ബൈസെപ്സിന്റെ രണ്ടാമത്തെ വർക്കൗട്ട് ഹാമർ കേൾസ്. വെയിറ്റ് കുറവാണ്. മതി അടുത്ത സെറ്റിലാണ് 5, 6 ഒരു വികാരം വരുന്നില്ല. ഞാനിട്ടോ വെയിറ്റിട്ടടിക്കാൻ വെയിറ്റ് കൂട്ടിയാ 20 അല്ലേ? ഓക്കെ തുടക്കം തന്നെ പാടിയല്ലേ. ഇനി 1 more 2 ഒരാളെ പോകും. ഓക്കെ മതി. ഷോൾഡറിനുള്ള പ്രസ്സിൽ ജോയിന്റ്സിന് ഏറ്റവും കംഫർട്ട് ഉണ്ടാവുക ഡമ്പലാണ്. കാരണം ബാറും മെഷീനൊക്കെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് പോകുന്നത്. ഡമ്പൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് കൈ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പിടിക്കാം. അപ്പൊ നമുക്ക് എൽബോ കുറച്ചും കൂടെ, എൽബോ അല്ല റൊട്ടേറ്റർ കഫ് നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ട് വെക്കാം. എൽബോ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാം. എൽബോ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടേറ്റർ കഫ് സ്ട്രെയിൻ വരില്ല. നമ്മൾ മുട്ട് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നതോറും ഇവിടെ വലിയാൻ തുടങ്ങും. അപ്പോൾ എൽബോ എപ്പോഴും ഒരു 45 ഡിഗ്രി ആംഗിൾ പിടിച്ചടിക്കും. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ ബൈസെപ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെസ്റ്റും ഷോൾഡർ ഉള്ളത്. അപ്പോൾ ചെസ്റ്റും ഷോൾഡറും സാധാരണ ആൾക്കാർ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മസിൽ അടിച്ച് തീർത്തിട്ട് അടുത്ത മസിലേക്ക് പോകും. ഇപ്പം ചെസ്റ്റും ഷോൾഡർ ആണെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലാസ്റ്റ് അടിക്കുന്ന മസിൽസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും നമ്മൾ ഡ്രെയിൻ ഔട്ട് ആവും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 മസിൽ മിക്സ് ചെയ്തടിക്കുക. ചെസ്റ്റിന് ഒരു വർക്കൗട്ട് ചെയ്യുക, ഷോൾഡറിന് ഒരു വർക്കൗട്ട് ചെയ്യുക, എഗൈൻ ബാക്ക് ടു ചെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഷോൾഡർ ചെയ്യുക. അപ്പം മിക്സ് ചെയ്തടിക്കുമ്പം 2 മസിലും നമുക്ക് ഒരുപോലെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനും പറ്റും. 2 മസിൽസിനും നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും പറ്റും. ചെസ്റ്റിൻ്റെ മെഷീൻ ഇപ്പോൾ ഫ്രീ അല്ല. അപ്പം നമ്മൾ വിൽ സ്റ്റാർട്ട് വിത്ത് ഷോൾഡർ. ഷോൾഡറിന് ഒരു ഡംബൽ പ്രസ്, മാഗ്നറ്റ് ഡംബൽ പ്രസ് ചെയ്യും. ഞാൻ കുറച്ച് കാലമായിട്ട് ഡംബൽ പ്രസ് ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം എൻ്റെ റൈറ്റ് ഷോൾഡറിന് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ട് റൊട്ടേറ്റർ കഫിൽ. ബാറിൽ മിലിറ്ററി പ്രസ് ചെയ്തപ്പോഴാണ് ആ ഒരു ഡിസ്കംഫർട്ട് വന്നത്. സോ ഐ സ്വിച്ച് ടു ഡംബൽ. പക്ഷേ ഡംബൽ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ട്. സോ ഞാനിപ്പം ഷോൾഡർ ചെയ്യുന്ന ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ആണ്. അത് ചെയ്യുമ്പം മൈ ജോയിൻസ് ആർ പെയിൻ ഫ്രീ. റൊട്ടേറ്റർ കഫ് ഒന്ന് റിഹാബ് ആവുന്നവരെ ഐ വിൽ സ്റ്റിക്ക് വിത്ത് ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ്. ഡംബൽ പ്രസ് ഞാൻ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കിയിരിക്കുകയാണ്. സോ ഏതൊരു മസിലിനും ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് 1 or 2 വാം അപ്പ് കൊടുക്കുക. ഡയറക്റ്റ് ഒരു ഹെവി വെയിറ്റിലേക്ക് പോകാതെ നിങ്ങൾ അടിക്കാൻ പോകുന്ന വെയിറ്റിന്റെ ഒരു 50% എടുക്കുക. എന്നിട്ട് ഒരു 10 reps വാം അപ്പ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് വാം സെറ്റ്, അതൊരു നമ്മൾ അടിക്കാൻ പോകുന്ന വെയിറ്റിന്റെ ഒരു 75%. എന്നിട്ട് അതൊരു 5 reps കൊടുക്കുക. അങ്ങനെ 1 or 2 വാം സെറ്റ് ചെയ്തതിന് ശേഷം മെയിൻ സെറ്റ് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷോൾഡറിന് അടിക്കാൻ പോകുന്ന ഒരു 10 kilos വെച്ചിട്ടാണ് വെച്ചിട്ട് നിങ്ങൾ മെയിൻ സെറ്റിൽ എടുക്കാൻ പോകുന്ന 10 kilos ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 kilos എടുക്കുക, 10 reps വാം അപ്പ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ഒരു 7.5 കിലോ എടുക്കുക, ഒരു 5 reps അല്ലെങ്കിൽ 6 reps വാം അപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മെയിൻ സെറ്റ് ചെയ്യാൻ എടുക്കുക. 6 യൂഷ്വലി എനിക്കൊരു 6 reps ആണ് ഇതിൽ കിട്ടാറ്. Today I got 8 reps, which means I'm getting stronger at this moment. അപ്പം പ്രോഗ്രസ് ഈസ് ഹാപ്പനിങ്. നമ്മളെ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള ഒരു ഷോൾഡർ പ്രസ് ആണ് ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ്. അത് നിങ്ങൾക്ക് വാൾ സപ്പോർട്ടഡ് ആയിട്ട് ചെയ്യാം. ഇഫ് യു ആർ ഇൻ ടു കാലിസ്തനിക്സ് നമുക്ക് ഫ്ലോറിലും ചെയ്യാം. ഞാൻ അത്രയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് കാലിസ്തനിക്സ് പ്രാക്ടീഷണർ അല്ല, അതുകൊണ്ട് ഐ എം യൂസിങ് ദ വാൾ ഫോർ സപ്പോർട്ട്. 8 അടിപൊളി. 9 ലാസ്റ്റ്. 1 more. 10. Okay. 10 rep will fail out. 6. 8. 1 more. Okay. 9 reps കിട്ടി സെക്കൻഡ് സെറ്റില്. I'm getting stronger at this moment. പല ആൾക്കാരും വളരെ പേടിയോടുകൂടി കാണുന്ന ഒരു മൂവ്മെന്റ് ആണ് ഹാൻഡ്സ് ആൻഡ് പുഷപ്സ്. പക്ഷേ ഇത് എക്സ്ട്രീംലി ജോയിന്റ് ഫ്രണ്ട്ലി ആണ്. കാരണം ഞാനൊരു ലാസ്റ്റ് ഒരു 1-2 months ആയിട്ട് ഷോൾഡർ പ്രസിന്റെ മൂവ്മെന്റ് ചെയ്യാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യാണ്. പക്ഷേ ഈ ഒരു മൂവ്മെന്റിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഷോൾഡറിൽ വരുന്നില്ല. സോ ട്രൈ ദിസ് ഔട്ട് ഇൻ യുവർ നെക്സ്റ്റ് വർക്ക്ഔട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഡംബൽ പ്രസ് അല്ലെങ്കിൽ മെഷീൻ പ്രസ്സിന് പകരം നിങ്ങളൊരു ഹാൻഡ്സ് ആൻഡ് പുഷപ്പ് ചെയ്ത് നോക്ക്. ഇറ്റ്സ് സൂപ്പർ ഈസി. കാണുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും, പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും if you have a support of the wall. 2 more. Come on. Push. 7. ഒരെണ്ണം കൊടുത്തേ. അടി. ഓക്കെ. പല ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിന് അടിക്കാനായിട്ട് ഇൻക്ലൈൻ ബെഞ്ച് പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ചെസ്റ്റ്, ഫ്ലാറ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ മിഡ് ചെസ്റ്റ്, ഡിക്ലൈൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ലോവർ ചെസ്റ്റിനാണ്. പക്ഷേ നമ്മളുടെ ബെഞ്ചിന്റെ പൊസിഷൻ അല്ല, നമ്മളുടെ കൈയിന്റെ മുട്ടിന്റെ പൊസിഷനാണ് ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങൾ ചെസ്റ്റിന്റെ ഏത് പാർട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ എൽബോ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പർ ചെസ്റ്റ് ഹിറ്റ് ചെയ്യാം. എൽബോ വൈഡ് ആക്കി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡ് ചെസ്റ്റിന്റെ ഓവറും ഹിറ്റ് ആവും. അപ്പം നിങ്ങളൊരു ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ് ചെയ്യുന്നത്, നിങ്ങൾ ഇൻക്ലൈൻ ബെഞ്ചിൽ കിടന്നിട്ട് നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇൻക്ലൈൻ ബെഞ്ച് യൂസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ബാറ് ലിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൈയിന്റെ മുട്ട് ഇത്രയും വൈഡായിട്ട് പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പർ ചെസ്റ്റ് കിട്ടില്ല. നിങ്ങളുടെ മിഡ് ചെസ്റ്റും ലോവർ ചെസ്റ്റും തന്നെയാണ് ഹിറ്റ് ആവുന്നത്. നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് ഹിറ്റ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ എൽബോ ഉള്ളിലേക്ക് ടക്കിങ് ചെയ്തിട്ട് ക്ലോസ് ആക്കി ഹിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അപ്പർ ചെസ്റ്റ് നല്ല രീതിയിൽ ഹിറ്റ് ആവുള്ളൂ. സെയിം വിത്ത് ഡംബൽ. നിങ്ങൾ ഒരു ഇൻക്ലൈൻഡ് ബെഞ്ചിൽ കിടന്നിട്ട് ഡംബൽ പ്രസ് ചെയ്യുന്നു, നിങ്ങളുടെ കൈമുട്ട് വൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോട്ട് ബി ഏബിൾ ടു യുവർ അപ്പർ പെക്സ് ഹിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽബോ ക്ലോസ് ചെയ്തിട്ട് ഇത്രയും ക്ലോസ് റേഞ്ചിൽ വേണം ഡംബൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ് വളരെ പുറകിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് പുഷ് ചെയ്യുമ്പോൾ നമ്മളുടെ റൊട്ടേറ്റർ കഫ് വളരെയധികം സ്ട്രെയിൻ ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് നമ്മുടെ ട്രെയിനിങ് പാർട്ണറെ വെച്ചിട്ട് കൈ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടേറ്റർ കഫിന്റെ സ്ട്രെയിൻ അത്രയും ഒഴിവാക്കാം. സോ ഒരു പാർട്ട്ണറുടെ ഹെൽപ്പോട് കൂടി മാത്രം നമ്മൾ നല്ലൊരു ഹെവി വെയിറ്റ് പോകുമ്പോൾ, ഞാനിപ്പോൾ ഫുൾ സ്റ്റാക്ക് ഇട്ടിട്ടാണ് അടിക്കാൻ പോകുന്നത്. സോ ഐ നീഡ് ദ സപ്പോർട്ട് ഓഫ് മൈ പാർട്ട്ണർ. എവിടെ നമ്മുടെ പാർട്ട്ണർ? എവിടെ പാർട്ട്ണർ? വാ. Okay, let's go. അവിടെ ഇരിക്കുന്നു. അടി. Okay. Hop. Yeah. ഫെയിലിയർ. 6 റെപ്പ് കിട്ടിയുള്ളൂ. സാധാരണ ഒരു 7 to 8 റെപ്സ് കിട്ടാറുണ്ട്. എന്താ അറിയില്ല, ഇത് ഷോൾഡർ പ്രസ് അടിച്ചുകൊണ്ടാണോ എന്നറിയില്ല, 6 റെപ്പിൽ ഫെയിലായി. സോ നിങ്ങളുടെ ട്രെയിനിങ് പാർട്ണർ സീറ്റഡ് ചെസ്റ്റ് പ്രസ് എടുക്കുമ്പോൾ എപ്പോഴും പുറകിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, അല്ല വെച്ചാൽ റൊട്ടേറ്റർ കഫ് സ്ട്രെയിൻ ആവും. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഞാൻ 85 kgs ആണ് ചെയ്തത്. അത് എനിക്കൊരു 6 റെപ്സ് കിട്ടിയുള്ളൂ. അപ്പൊ അഗൈൻ 85 kgs ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 റെപ്സ് ഒക്കെ കിട്ടുള്ളൂ. നമുക്ക് ചില ദിവസം നമുക്ക് വിചാരിച്ചത്ര റെപ്സ് കിട്ടില്ല, ചില ദിവസം നമ്മൾ കുറച്ച് വീക്ക് ആയിരിക്കും. ഇഫ് യു ആർ ഫീലിംഗ് വീക്ക്, സെക്കൻഡ് സെറ്റിൽ ഒന്ന് ബാക്ക് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ 85 അടിച്ചിരുന്നത് ഞാൻ 75 ആക്കി. അപ്പം ചില ദിവസം യു മേ നോട്ട് ബി സ്ട്രോങ്, നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ടയേർഡ് ആയിരിക്കും.
നമ്മളുടെ ഫുഡ് ഇൻടേക്ക് പ്രീ വർക്കൗട്ട് മീലെല്ലാം പ്രോപ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു 2 സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വീക്കാണുള്ളത്. അപ്പോൾ വീക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വൽ വെയിറ്റിൽ നിന്ന് ഒന്ന് ബാക്ക് ഓഫ് ചെയ്യാം. ബാക്ക് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ലൈറ്റ് വെയിറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഒരു 5 kgs 10 kgs ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, 8 സെക്കൻഡ് സെറ്റ് ഞാൻ ബാക്ക് ഓഫ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു 10 reps അടിക്കാൻ പറ്റി. സെയിം വെയിറ്റ് അടിക്കാൻ വെച്ചാൽ ചിലപ്പോൾ എനിക്ക് അതൊരു 4 reps അല്ലെങ്കിൽ 5 reps ഫെയിൽ ആയത്. Whenever you feel like you are weak, back off set എപ്പോഴും ഒരു യൂസ്ഫുൾ ടൂൾ. അൾട്ടിമേറ്റ് ഫെയിലിയർ വരെ കൊണ്ടുപോകണം എന്ന് യാതൊരു നിർബന്ധമില്ല. ആക്ച്വലി ക്ലോസ് ടു ഫെയിലിയർ ട്രെയിൻ ചെയ്യാൻ കുറച്ചാണ് നല്ലത്. അപ്പൊ നമുക്ക് അത്രയും ഫാറ്റിക് അക്യുമുലേറ്റ് ആവില്ല. ഒരു 1 rep ഷോട്ട് അല്ലെങ്കിൽ ഒരു 2 rep ഷോട്ട് നിർത്തിയാലും ഇറ്റ്സ് ഫൈൻ. വെള്ളി ഇടയ്ക്ക് കുറച്ച് കളി കൂടി, കാരണം ക്രിസ്മസിന്റെ ഒരു ടൈമില് പ്ലം കേക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ പ്ലം കേക്ക് ഒറ്റയിരിപ്പിന് കഴിച്ചു. അങ്ങനെയാണ് ആപ്പിൽ ബാറ്റ് കയറിയത്. സോ നൗ ഐ ആം ബാക്ക് ടു ട്രാക്ക്. പെക്കടക്ക് 2 സെറ്റ്, ലാറ്ററൽ റൈസ് 2 സെറ്റ്. നിങ്ങൾ ഹെവി ആയിട്ട് പെക്കടക്ക് അടിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബാക്കിൽ നിന്നും സ്ട്രെയിൻ എടുത്തിട്ട് പുൾ ചെയ്യാനായിട്ട് നോക്കരുത്. നിങ്ങൾ ആദ്യം ഒരു കൈ പിടിക്കുക, അത് മറ്റേ കൈ കൊണ്ട് പുൾ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് മറ്റേ കൈ എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ യുവർ ജോയിന്റ്സ് വിൽ ബി സേഫ്. അല്ലാതെ നിങ്ങൾ ബാക്കിൽ നിന്നും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ 2 ഷോൾഡർ ജോയിന്റ്സിലും സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, ഫസ്റ്റ് ആയിട്ട് ഒരു 10 reps കിട്ടി കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. ലെറ്റ്സ് ഗോ. പാർട്ണർ, ഓക്കെ, എക്സാക്ട് 10 റെപ്പിൽ ഫെയിൽ ആയി. ലെറ്റ്സ് ഗോ. 1, കൈ ഫ്രീ ആയിട്ട് വെക്കി, കൈ കൊണ്ട് വലിച്ചടിക്കരുത്. തള്ളിയെന്നാണ്. ഓക്കെ, സെക്കൻഡ് സെറ്റ്. വെയിറ്റ് എത്ര എടുക്കുന്നത്? 70. ഓക്കെ, അടിപൊളി ഫോം. മേക്ക് പ്രോ ആയി കിട്ടാ. Good reps only. 8, not done yet. 9, 2 more. Come on. 10, അങ്ങനെ തല വെച്ചടിക്കോ. 1 more. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് അടിക്കാൻ പോകുന്നത് ലാറ്ററൽ റൈസിന്റെ ഒരു ഡ്രോപ്പ് സെറ്റ് ആണ്. ആക്ച്വലി 2 സെറ്റാണ് അടിക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാറ്ററൽ റൈസിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ് എടുക്കുക, എന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്തുകൊണ്ടുവരാം. അപ്പൊ ഞാൻ 15 kgs ആണ് ലാറ്ററലൈസ് ചെയ്യാറ്. സോ 15 kg 10 reps അടിക്കുക, 12.5 10 reps അടിക്കുക, 10 kg 7.5, 5, 2.5. 2.5 മാത്രം 20 reps, ബാക്കിയെല്ലാം 10 reps. ഇത് ബാക്ക് ടു ബാക്ക് വിതൗട്ട് റെസ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ കാര്യമായിട്ട് ഫോം ഒന്നും നോക്കണ്ട. പെർഫെക്റ്റ് ഫോമിലൊന്നും അടിക്കാൻ കഴിഞ്ഞാൽ നടക്കില്ല. ഡ്രോപ്പ് സെറ്റ് ആണ്, അവസാനം വഴിയും പട്ടിയാവും. സോ വലിച്ചടിച്ചോ. 3 more. Okay. 3, 4, 5, 8, 9, 10. Okay, 15 reps. Okay, let's go. 1, 2, 1, 2, 3, 4, 5. മേഘ പറ്റാണ്ടാവുമ്പോ തലയിട്ടാട്ടോ ആനയുടെ പോലെ. 1, 2, 3, 4. നീ പെടണം. 5. നീയാണ് നമ്മുടെ മെയിൻ. 6, 10. അങ്ങനെ ആക്കുമ്പോ അടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജിമ്മിന്റെ ചെറിയൊരു റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. റീപെയിന്റ് ചെയ്തിട്ട് നമ്മളെ പോസ്റ്റേഴ്സ് മൊത്തം മാറ്റും. ഇപ്പൊ കാണുന്ന പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വെറുതെ കുറെ റാൻഡം ആയിട്ട് ആൾക്കാരുടെ ഫോട്ടോസ് ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് നമ്മളുടെ അണ്ണന്മാരായിട്ടും റോണി, അർണോൾഡ്, ശീബം, കുറച്ച് അത്ലീറ്റ്സ് ലൈക്ക് ഉസൈൻ ബോൾട്ട്, CR7, മെസ്സി, കോഹ്ലി, അങ്ങനെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇൻസ്പയർഡ് ആക്കിയിട്ടുള്ള കുറച്ച് അത്ലീറ്റ്സിന്റെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് സെറ്റാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. 1 pro tip, ലാറ്ററലൈസ് തമ്പ് അടിയിൽ വെക്കുന്ന നേരം മേലെ വെക്കുക. സോ ദാറ്റ് യുവർ ഫോർ ആംസ് വിൽ നോട്ട് ഗെറ്റ് ഇൻവോൾവ്. നിങ്ങളുടെ അടി കറക്റ്റ് ഡെല്ലിൽ ഇതുപോലെ തമ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
വെയിറ്റ് ലോഡ് കംപ്ലീറ്റ് ആയിട്ട് ഡൽഹിയിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ഫെയിൽ ആയി തുടങ്ങി. 3 more sets. Last 2. നിക്കണോ? നിന്നോ. 5 പിടിച്ചോ. 6 പിടിച്ചോ. 7 പിടി. 8 9. ഓക്കെ. Okay, last set, best set. Okay, let's go. 10. Another letter E. Last set, best set. Last set, best set. Let's go. Let's go. 10. 10 more. 10. 9. 8. 7. 6. 5. 4. 3. 2. 1. ഞാൻ ഇതുവരെ പഠിക്കും. ഒന്നുമില്ല. പിടിക്കില്ലേ? ഷോൾഡർ പിടിക്കില്ലേ മാസ്റ്റർ? അത് പിടിച്ച് എനിക്കത് മാത്രമുള്ള കാണിക്കാൻ, നീ വേറെ ഒന്നുമില്ല. നമ്മളെ പാവങ്ങളാണ്. കഴിഞ്ഞില്ലേ? Back to Tirupur after 3 years. நிறையா இருக்குது. நீங்கள் பொறுமையாக உட்காந்து செலெக்ஷன் பண்ணிங்கன்னா எடுக்கலாம். நிறையா 50-100 பீஸ் எவ்வளோ வேணால் எடுக்கலாம்.